സന്നിധി തന്നിൽ നായക എന്നും. ദൈവനാമത്തെ പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനങ്ങളെ പഠിക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നിശ്ചല സ്നേഹത്തിൽ നിങ്ങളെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനിക്കേണ്ട ഭാഗം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. എങ്കിലും താൻ പ്രവാചി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഇത് തുയധൈര്യ സഭയെക്കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നതായ കാര്യമാണ്. ഇവിടെ ഇസബേലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസബേൽ ബഹുദൈവ ദേവ ആരാധനയിൽ മഹാപുരോഹിതനായിരുന്ന ഏത്ബാൽ എന്ന് പറയപ്പെടുന്നതായ പുരോഹിതൻ്റെ മകളായിരുന്നു. ഈ സ്ത്രീയെ ആഹാബ് വിവാഹം കഴിച്ചതോടുകൂടി പുറംജാതി ആരാധന രീതികളും ആചാരങ്ങളും ആഹാബ് ഇസ്രായേൽ ജനങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ഇസ്രായേൽ ജനങ്ങൾ ആ വഴിക്ക് നീങ്ങുന്നതായി കാണാൻ സാധിക്കുന്നു. വിഗ്രഹാർപ്പിതമായത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആയതുപോലെ അവരുടേതായ ദൈനംദിന ജീവിതങ്ങളിൽ അത് അനുവർത്തിക്കുകയും ചെയ്തപ്പോൾ ദൈവമായിരിക്കുന്ന ബന്ധം അവർക്ക് നഷ്ടപ്പെടുകയും ആ വിശുദ്ധിയുടെ അനുഭവത്തിൽ നിന്നും അവർ വ്യതിചലിക്കുകയും ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരം ഓർപ്പെടുന്നത് ഈ അന്ത്യനാളുകളിൽ ഇസബേലിൻ്റെതായ സ്വഭാവത്തോടുകൂടെ ഇസബേൽ സ്വയം പ്രവാചിക എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വിഗ്രഹാർപ്പിതങ്ങളും അന്യദൈവ ആരാധനകളെയും തൻ്റെ ജനങ്ങളിലേക്ക് എത്തിച്ചതുപോലെ ഈ അന്ത്യനാളുകളിൽ അത്യുന്നതിന് വിരോധമായി വൻപ് പറയുന്നതായ ഒരു വലിയൊരു സമൂഹത്തെ നമുക്ക് ദർശിക്കുവാൻ കാണും. സഭയുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പിൻഗാമികളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് കടകവിരുദ്ധമായി വിഗ്രഹാർപ്പിതവും വിഗ്രഹാരാധനകളും സഭയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ നേരായ മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതായ ഒരു സമൂഹം ഉണ്ട് എന്നുള്ളതായ വസ്തുത നാം മറന്നു പോകരുത്. ഇസബേലിൻ്റെതായ സൗന്ദര്യത്തിൽ മതിമറന്നതായ ആഹാബ് അവളെ സ്വീകരിച്ചതുപോലെ ഇന്ന് പലവിധമായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സഭയെ തെറ്റായ രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നതായ ക്രൈസ്തവ സമൂഹങ്ങളെ തിരിച്ചറിയുവാൻ നാം തയ്യാറാകണം. സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ നാം തയ്യാറാകണം. ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പെടുന്നത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കുള്ള വെള്ളത്തിലുള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് എന്ന് കൽപ്പന നിഷ്കർഷിക്കുമ്പോൾ ക്രൈസ്തവ സഭകളുടേതായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഈ അന്ത്യസഭയുടേതായ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കേണ്ടതിന് ഇസബേലിനെ പോലുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായ സമൂഹത്തിൽ നിന്നും നിങ്ങൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ വചനം പറയപ്പെടുന്നത് ഇസബേൽ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ മക്കളുടെ മേൽ അന്ധകാരത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ അടിച്ചേൽപ്പിച്ചു. രാജാവിൻ്റെതായ അധികാരത്തോടുകൂടെ രാജ്ഞി എന്നതായ പദവി ഉപയോഗിച്ചുകൊണ്ട് ആയതുപോലെ ഈ ലോകത്തിൻ്റെ മതത്തിനൊത്തവണ്ണം അല്ലെങ്കിൽ അന്ധകാര ശക്തിയുടെ പ്രവർത്തനത്തിനൊത്തവണ്ണം നിങ്ങൾ വശംവദരാകാതിരിക്കുവാൻ ദൈവശക്തിക്കായി പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ശക്തിയിലും ധൈര്യത്തിനും സഹിഷ്ണുതയിലും ഞാൻ മുറുകെ പിടിക്കട്ടെ. നീ ഞങ്ങളെ കൈവിടുകയില്ല എന്നുള്ളതായ പ്രത്യാശ, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കപ്പെടാം. ഇസബെല്ലയുടേതായ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രിയ സഹോദരങ്ങളെ, തുയധൈര്യ സഭയുടേതായ അധപതനത്തിലൂടെ നിങ്ങൾ വഴി വീണ് പോകാതിരിക്കുവാൻ അന്ത്യസഭയുടെ ശേഷിപ്പ് സഭയുടെ അംഗങ്ങളായി ആത്മീയ ദാനമുള്ള മക്കളായിരിക്കുവാൻ ആത്മീയ കൃപകൾ നിറയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ ദൈവത്തിന് സമർപ്പിക്കപ്പെടുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവെ, ഞങ്ങളായിരിക്കുന്നത് അന്ധകാര ശക്തിയുടേതായ പ്രവർത്തനങ്ങൾ നടമാടുന്ന ഈ ലോകത്താകുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു സത്തനാകുന്നത് ഞങ്ങൾക്കറിയാം. ദൈവമെങ്കിലും സത്യങ്ങളെയും അസത്യങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതിനും അവിടുത്തെ ആ വിശുദ്ധിയുടെ അനുഭവം നിലനിൽക്കേണ്ടതിനും കൽപ്പനകൾ അനുസരിച്ച് നീതിന്മാർഗം സഞ്ചരിച്ച് ആ കൃപയിലോ പ്രാപിച്ച് സ്വർഗലബ്ധിക്കായി ഈ നാളുകളിൽ ഒരുങ്ങപ്പെടേണ്ടതിന്
അവിടുത്തെ ആത്മാവിനാൽ ഓരോ മക്കളെ അവിടെ നിറയ്ക്കപ്പെടുമാറാകണം പ്രാർത്ഥിക്കുന്നു. മാനവമഹത്വവും സ്വീകരിക്കണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.